ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് ബാഴ്സലോണയിലാണ്. നമുക്കിന്ന് ബാഴ്സലോണയുടെ കുറിച്ച് സിറ്റി വിശേഷങ്ങൾ കണ്ടറിയാം. ബാഴ്സലോണയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ചേക്കേറുന്നത് ബാഴ്സലോണയൻ ഫുട്ബോൾ ടീമാണ്. അതുപോലെ തന്നെ മനോഹരമായ സ്ഥലങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സിറ്റിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ആകുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അവർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലം പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. വഴിയിൽ കണ്ടതാണ് ഒരു മനുഷ്യൻ നിശ്ചലമായി നിന്നുകൊണ്ട് എല്ലാവരെയും അവിടേക്ക് ആകർഷിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിശ്ചലമായുള്ള നിൽപ്പ് തന്നെ ആളുകൾ പണവും നൽകുന്നുണ്ട്. ഡാൻസിങ് മങ്കി എന്നാണ് അദ്ദേഹത്തെ അവിടെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നിരവധി ആളുകളാണ് വ്യത്യസ്തമായ വേഷങ്ങളിൽ അവിടെ നിന്നും പണം സമ്പാദിക്കുന്നത്. ചില വിനോദസഞ്ചാരികളും കുട്ടികളും ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോസും എടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവർ ആദ്യം നമ്മൾക്ക് തോന്നുന്നത് ഒരു നിശ്ചലമായ പ്രതിമ പോലെ നിൽക്കുമെങ്കിലും ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ അവർ എഴുന്നേൽക്കുകയും പിന്നെ അവർ പൈസ കൊടുക്കുന്നതനുസരിച്ച് അവരെ തിരിച്ചു വിളിച്ച് ഫോട്ടോസും എടുക്കുന്നുണ്ട്. യൂറോപ്പിലെ തന്നെ ഒത്തിരി അധികം പോർട്ടുകളിൽ എനിക്കിങ്ങനെ ഈ ഒരു വ്യത്യസ്തമായ വേഷങ്ങളിൽ ഇവരിങ്ങനെ നിൽക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് രാജാധിപന്മാരുടേതെന്ന് തോന്നിപ്പിക്കുന്ന പോലത്തെ കുറേ കൊത്തുപണികളുള്ള ഒരു സ്റ്റാച്ചു എനിക്കവിടെ കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരു സ്ട്രീറ്റിന് ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ട്. അതിൻ്റെ ഇരുവശങ്ങളിലുമായി ധാരാളം റെസ്റ്റോറൻറ്റുകളുമുണ്ട്. വീക്കെൻഡ് ആയതിനാൽ ധാരാളം ആളുകളാണ് ഈ ഒരു റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തുന്നത്. യൂറോപ്യൻ ശൈലിയിൽ എല്ലാവരും മൺഡേ ടു ഫ്രൈഡേ പണി ചെയ്തിട്ട് സാറ്റർഡേയും സൺഡേയും ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളിലാണ് വരുന്നത്. അതുപോലെ തന്നെ ധാരാളം ആളുകളാണ് ക്യാൻവാസിൽ അവിടെ ആളുകൾക്ക് പടങ്ങൾ വരച്ച് നൽകുന്നത്. ഇതിനായിട്ട് 10 മിനിറ്റാണ് അവർ സമയം പറയുന്നത്. അതുപോലെ തന്നെ 10 തൊട്ട് 15 യൂറോ വരെയാണ് ഓരോ പടത്തിനും അവർ ഈടാക്കുന്നത്. ഓരോ കോമിക് രീതിയിലാണ് അവർ ആ പടങ്ങളെല്ലാം വരച്ച് നൽകുന്നത്. ഇത് കാണുവാനായും വാങ്ങുവാനായും ധാരാളം ആളുകളാണ് അവിടെ തടിച്ചുകൂടുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള പടം വരയ്ക്കാൻ അറിയാവുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു മാതൃക തിരഞ്ഞെടുക്കാവുന്നതാണ്. കാരണം ഫോറിനേഴ്സ് എല്ലാം തന്നെ ഇങ്ങനെയുള്ള ലൈവ് പിക്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണ്. അതിമനോഹരമായ കൺസ്ട്രക്ഷൻസ് ആണ് ഓരോ ബിൽഡിങ്ങിലും നമുക്കിവിടെ കാണാൻ സാധിക്കും. യൂറോപ്പിലെ വ്യത്യസ്തമായ കാഴ്ചകളിലൊന്നാണ് ഇറോട്ടിക് മ്യൂസിയം അഥവാ സെക്സ് ടോയ്സ് ഷോപ്പ്. ഓരോ കടകൾക്കും വ്യത്യസ്തമായ പേരുകളാണ് അവർ നൽകുന്നത്. അതുപോലെ തന്നെ ക്യാൻവാസ് ചെയ്യുന്നതിനായി സുന്ദരികളായ പെൺകുട്ടികളെയാണ് അവർ നിർത്തുന്നത്. അവിടെ ജെൻഡർ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഇത്തരം ഷോപ്പുകളിൽ കയറി സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ തന്നെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിപുരാതനമായ ഒരു ചർച്ചാണത്. അതിൻ്റെ എൻട്രൻസിൽ തന്നെ മനോഹരമായ ആർട്ട് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ കയറുന്നത് ഇവിടുത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു മാർക്കറ്റിലേക്കാണ്. ഇവിടെ നമുക്ക് എല്ലാത്തരം സാധനങ്ങളും വാങ്ങാൻ സാധിക്കുന്നതാണ്. ഫുഡ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതലായി ഇവിടെ വിൽക്കപ്പെടുന്നത്. ഡ്രൈ ഫ്രൂട്ട്സും പലതരത്തിലുള്ള ചോക്ലേറ്റുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മളെ കൂടുതലായിട്ട് അവിടോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. വലിയൊരു ഗോഡൗൺ ആണത്. അവിടെയാണ് ഈ ചെറിയ ചെറിയ കടകളിട്ട് ഈ സാധനങ്ങളെല്ലാം അവർ ഒന്നിച്ച് കച്ചവടം നടത്തുന്നത്. അതിനാലാണ് ഇത്രയും ക്രൗഡ് അവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. ബിവറേജുകളുടെ ഔട്ട്ലെറ്റ് പോലത്തെയുള്ള ഷോപ്പുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കണ്ടെയ്നറുകളിലാക്കിയും അവിടെ ഫ്രൂട്ട്സുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭംഗിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അതിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. ഫ്രൂട്ട്സ് മാത്രമല്ലാതെ അവിടെ സീ ഫുഡ് ഐറ്റംസും എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ഫുഡായി നമ്മൾ കണക്കാക്കപ്പെടുന്ന ക്യാവിയറിലേക്കാണ്. ക്യാവിയർ എന്തുകൊണ്ടാണ് ഇത്രയും ഫേമസ് ആകുന്നതും അതുപോലെ തന്നെ ഇത്രയും വില കൂടാനുണ്ടായ കാരണവും നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വെച്ച് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ സാൽമൺ, ഓയിസ്റ്റർ അങ്ങനെയുള്ള വില കൂടിയ എല്ലാ മത്സ്യങ്ങളും ആ ഒരു ഫിഷ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു ഓയിസ്റ്ററിന് അവർ അവിടെ 3 യൂറോ ആണ് ഈടാക്കുന്നത്. അത് കഴിക്കേണ്ട രീതിയും എല്ലാം തന്നെ അവർ കറക്റ്റായിട്ട് ആളുകളെ എക്സ്പ്ലെയിൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റിൽ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ മലയാളികൾ പറയുന്നത് പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ലഭിക്കുന്ന ഒരു മാർക്കറ്റ് എന്ന് നമുക്കൊരു അതിശയോക്തി രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള മസാലകളും സുഗന്ധദ്രവ്യങ്ങളും എല്ലാം തന്നെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്.
മാർക്കറ്റിനകത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ മാർക്കറ്റിന് പുറത്തേക്ക് വന്നു. നമ്മൾ സിറ്റിയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെയുള്ള വ്യത്യസ്ത രീതിയിലുള്ള വേഷങ്ങൾ ധരിച്ചുള്ള ആളുകളെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ ആളുകളിലേക്ക് ഇഴുകിച്ചേരുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. ആളുകളെ ചിരിപ്പിക്കുകയും അവരെ കൂടെ നിർത്തി സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. അത് എനിക്ക് മനസ്സിലാക്കി തന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകളാണ്. ഇങ്ങനെ യാത്രകളിലൂടെ കിട്ടുന്ന സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ബാഴ്സലോണയുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു. ഇനി നേരെ ഷിപ്പിലേക്ക്. ഇനി അടുത്ത രാജ്യത്തേക്ക് പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ബിനു.